ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ വരുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇത് നിങ്ങളെല്ലാവരും അറിയാമെന്നുള്ള സാധനമാണ്. ഇത് ഇപ്പോൾ ഒരു 3-4 വർഷം ആയി ഈ സാധനം ഇറങ്ങിയിട്ട്. ആപ്പിളിൻ്റെ എയർ ടാഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, ഇത് ഏകദേശം ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്ന് ഒഫീഷ്യലി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 3500 രൂപയാവും. പക്ഷേ ആമസോണിൽ ഇപ്പോഴത്തെ ഡീലിൻ്റെ ഇതിൽ 2800 രൂപയ്ക്ക് കിട്ടും. അതായത് ഇതും സാംസങ്ങിൻ്റെ പുതിയ സ്മാർട്ട് ടാഗ് 2 തമ്മിൽ സിമിലർ പ്രൈസാണ്. പിന്നെ സാംസങ് ആണോ ഇതാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പം ഇന്ത്യയിൽ യൂസേഴ്സ് നോർമലി അറിയാമല്ലോ, ആൾക്കാർ എല്ലാം പ്ലാൻ ചെയ്തിട്ടും ചിന്തിച്ചിട്ടും ഒന്നുമല്ല ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത്. സോ ഇന്ത്യക്കാരിപ്പം ഐഫോണിലോട്ട് മാറി മാറി വരികയാണ്. പലരും യൂസ്ഫുൾ അല്ലെങ്കിലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സോ ആപ്പിൾ പ്രോഡക്ട്സ് ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ പോയിരുന്നാലും ആപ്പിൾ പ്രോഡക്ട്സ് ഇപ്പോൾ ഇഷ്ടം പോലെ ആയി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം US പോലുള്ള ഒരു കൺട്രിയിൽ ഫുൾ ആപ്പിൾ പ്രോഡക്ട്സ് ആണ്. എല്ലാവരും ആപ്പിൾ, ഐഫോൺ, മാക്ക് അങ്ങനെ ഫുൾ ആപ്പിൾ ആയതുകൊണ്ട് തന്നെ ഒരാൾ എടുക്കാൻ പോകുമ്പോൾ ആൻഡ്രോയിഡ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഒറ്റപ്പെട്ടു. കാരണം അയാൾക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല, സെൻഡ് ചെയ്യാൻ പറ്റില്ല, അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ തടസ്സം വരും. സോ ഒരു ഓവറോൾ എക്കോസിസ്റ്റവും ഓവറോൾ ഫ്രണ്ട് സർക്കിൾ, ഫാമിലി സർക്കിൾ എല്ലാം ആപ്പിൾ പ്രോഡക്ട്സ് ആകുമ്പം നമ്മൾ വേറിട്ട് നീങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഷെയറിങ് കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആപ്പിളിൻ്റെ ഒരു ബേസിക് അരഗൻ്റ് ആയിട്ടുള്ളൊരു നേച്ചർ നമുക്ക് അഡ്വാൻറ്റേജ് ആവുന്നത് ഈ ഒരു സമയത്താണ്. അതായത് യൂസർ സെറ്റിങ്സ് ഒന്നും തരാതെ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞൊരു സാധനം ആപ്പിൾ ഡിവൈസസ് ഏതെടുത്തിരുന്നാലും ഡീഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും ആ സാധനം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയണ്ട, പ്രത്യേകിച്ച് ഓൺ ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ച് അറിയണ്ട. അപ്പോൾ എല്ലാ ആപ്പിൾ പ്രോഡക്ട്സിനകത്തും ഡീഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേപോലത്തെ ഒരു സംഭവം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ആപ്പിളിൻ്റെ എയർ ടാഗ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഏതെങ്കിലും ഒരു ബാഗിനകത്തൊക്കെ ഇതിട്ടിരുന്നാൽ അത് ട്രാക്ക് ചെയ്യാൻ നേരത്ത് മീൻസ് നിങ്ങൾക്കത് ബാഗ് ലോസ്റ്റ് ആയിപ്പോയി, മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഈസിലി അതിൻ്റെ ഒരു 20 മീറ്റർ റേഞ്ചിൽ ഏതെങ്കിലും ഒരു ആപ്പിൾ പ്രോഡക്റ്റ് ഉള്ള ആൾക്കാർ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്ലൂടൂത്തും കാര്യങ്ങളിലും കണക്റ്റ് ആയിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈൻഡ് മൈ ഐക്ലൗഡ്സിനകത്ത് അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ട് ആൻഡ്രോയിഡിന് പകരം ഇത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആൻഡ്രോയിഡിൽ ഈവൻ സാംസങ്ങിൻ്റെ ഫോണുകളാണെങ്കിൽ പോലും നമ്മൾ മാനുവലി ഇതിനെക്കുറിച്ച് അറിഞ്ഞ ആൾക്കാർ മാത്രമേ അത് സാംസങ്ങിൻ്റെ സ്മാർട്ട് തിങ്സിൽ കയറി ഫൈൻഡ് മൈ ഓൺ ചെയ്തിട്ടുള്ളൂ. ആപ്പിളിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെയോ ഏതെങ്കിലും ഒരു ബേസിക് ആൻഡ്രോയിഡിൻ്റെയോ ടാഗുകൾ മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി പൈസനോ അതിൻ്റെ കുറച്ചും കിട്ടും. പക്ഷേ പ്രശ്നം ഇതാണ്, ഒരു ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾ ഇത് ഓൺ ചെയ്തിടാനുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിടാൻ ഉള്ളൊരു ചിന്ത ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ആപ്പിൾ പ്രോഡക്റ്റ് ഉള്ള ആൾക്കാർ അടുത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ അതാണ് ഇതിൻ്റെ ഒരു ഇത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇത് പ്രിസൈസ് ഫൈൻഡിങ്. അത് അഡ്വാൻറ്റേജ് അല്ല, കാരണം സാംസങ്ങിലും സെയിം ആണ്. ഇപ്പം ഇത് കറക്റ്റ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഫൈൻഡ് മൈയിൽ പോയി കഴിഞ്ഞാൽ പ്രിസൈസ് ആയിട്ട് സാധനം എവിടെയാണെന്ന് കാണിക്കും. ഇത് ഞാൻ ബാക്ക് പാക്കിന് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഫൈൻഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇത് നിങ്ങൾക്ക് കാണാം. ഇതേപോലെ തന്നെ നമ്മൾ എവിടെ നിന്നിരുന്നാലും നമ്മുടെ വൈഡ് ബാൻഡിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്തിൻ്റെ ഒരു സംഭവത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ആരോ വഴി കാണിക്കും. ഇത് സാംസങ്ങിലും ആക്ച്വലി കിട്ടും, സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗിലും കിട്ടും. പക്ഷേ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ ഈ ഒരു ഒറ്റ പോയിൻ്റാണ്. ആപ്പിൾ പ്രോഡക്ട്സിനകത്ത് എല്ലാത്തിലും ഡീഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കുന്ന ഒരു ഫീച്ചറാണ്. സോ ഇത് കൂടുതൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലാതെ ആപ്പിളിന് ബെറ്റർ ആയതുകൊണ്ടിട്ടല്ല, ഈ ഒരൊറ്റ അരഗൻ്റ് നേച്ചർ കാരണം യൂസറിന് ആ ഒരു ഓപ്ഷൻ തരാത്തത് കൊണ്ടും ഫൈൻഡ് മൈ ആക്ടിവേറ്റ് ആയി കിടക്കും ആൻഡ്രോയിഡിൽ. അത് വരില്ല. അതായിരുന്നു ഡിഫറൻസ്. ഓക്കെ ഗൈസ്.